ഇന്ന് നമ്മൾ ജനറൽ ഡിഫൻസിലെ രണ്ടാമത്തെ ഡിഫൻസ് ആയിട്ടുള്ള ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ആൻ ആക്സിഡൻറ്റ് മീൻസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി. ഇഫ് സച്ച് ആൻ ആക്സിഡൻറ്റ് ടേക്സ് പ്ലേസ് despite taking all precautionary measures, then the defendant cannot be held liable. It is to be noted that the benefit of the defense is only available if the accident is unforeseeable and the defendant has taken all measures to avoid it. അതായത് ഇതിലെ ഡിഫൻഡൻറ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഒരു ഇഞ്ചുറി സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ പ്രിക്വേഷൻസും എടുത്തിട്ടുണ്ട്. എന്നിട്ടും അവിടെ ഒരു അപകടം സംഭവിക്കുകയാണ്, ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു അപകടം. അയാൾ ആ അപകടം ഒഴിവാക്കാനുള്ള എല്ലാ പ്രിക്വേഷൻസും എടുത്തിട്ടുമുണ്ട്, എന്നിട്ടും ആ അപകടം സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ ആ അപകടം വരുമെന്ന് യാതൊരു മുൻകൂട്ടിയുള്ള അറിവുമില്ല നമുക്ക്, പെട്ടെന്നാണ് ആ അപകടം സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ഡിഫൻസ് ആയിട്ടുള്ള ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ് എടുക്കാൻ പറ്റുക. ഈ ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ ഡിഫൻഡൻറ്റ് ഷുഡ് ഹാവ് ഡൺ ആൻ ആക്ട്. ഈ ഡിഫൻഡൻറ്റ് ഒരു ആക്ട് ചെയ്തിരിക്കണം. ദ ആക്ട് ഓഫ് ദ ഡിഫൻഡൻറ്റ് ഷുഡ് ഹാവ് റിസൾട്ടഡ് ഇൻ ഇഞ്ചുറി ടു ദ പ്ലെയിൻറ്റിഫ്. ഈ പ്ലെയിൻറ്റിഫ് പരാതിക്കാരന് ഈ ഡിഫൻഡൻറ്റ് ഒരു ഇഞ്ചുറി, ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടാവണം. ദ ഡിഫൻഡൻറ്റ് ഷുഡ് നോട്ട് ഹാവ് എക്സ്പെക്റ്റഡ് സച്ച് ഇഞ്ചുറി. ഇതിലെ ഡിഫൻഡൻറ്റ് ആ ഒരു ഇഞ്ചുറി അവിടെ സംഭവിക്കാന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ദ ഡിഫൻഡൻറ്റ് കുഡ് നോട്ട് ഹാവ് ഫോർസീൻ സച്ച് ഇഞ്ചുറി. അങ്ങനെ ഒരു അപകടം സംഭവിച്ചേക്കാം എന്നൊരു മുൻകൂട്ടിയുള്ള ധാരണയും ഈ ഡിഫൻഡൻറ്റിന് ഉണ്ടാവാൻ പാടില്ല. ദ ഡിഫൻഡൻറ്റ് കുഡ് നോട്ട് അവോയ്ഡ് സച്ച് ഇഞ്ചുറി ഇൻ സ്പൈറ്റ് ഓഫ് റീസണബിൾ കെയർ ഓൺ ഹിസ് പാർട്ട്. ഇപ്പോൾ ഈ ഡിഫൻഡൻറ്റിന് തോന്നുകയാണ് അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിക്കാം, അങ്ങനെ ഒരു അപകടം സംഭവിച്ചേക്കാം എന്നുള്ളൊരു അറിവുണ്ട്, പക്ഷെ അയാൾ പ്രിക്കോഷൻസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ദ ഡിഫൻഡൻറ്റ് ഷുഡ് നോട്ട് ഹാവ് ഇൻറ്റൻഡഡ് ടു കോസ് സച്ച് ഇഞ്ചുറി ടു ദ പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫിന് ഒരു ഇഞ്ചുറി സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇത് പറ്റില്ല. ഈ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാകും, ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇഞ്ചുറി കാരണം. ഇതിൽ പറയുന്ന രണ്ട് കേസ് ലോസ് ആണ് സ്റ്റാൻലി വേഴ്സസ് പോവൽ. ഇതിലെ ഈ സ്റ്റാൻലിയും പോവലും ഒരു ഷൂട്ടിംഗ് പാർട്ടിയുടെ മെമ്പേഴ്സാണ്. അതിൽ അവർ രണ്ടുപേരും ഒരു ഫെസൻറ്റിനെ ഷൂട്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഈ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഗണ്ണിന് തോക്കിൽ ഒരു ഉണ്ട പോയിട്ട് ഒരു ഓക്ക് ട്രീയിൽ വന്ന് ഇടിക്കുകയാണ്. ഈ ഉണ്ട പോയിട്ട് ഒരു ഓക്ക് ട്രീയിൽ തറച്ചു. അങ്ങനെ അതിൽ നിന്ന് ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണ്. ഇതിൽ ഈ ആക്സിഡൻറ്റ് ഒരു അൺഫോർസിയബിൾ ആണ്. അതുകൊണ്ട് അവർക്ക് ഈ ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ് എന്നുള്ള ഈ ഡിഫൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി നൈട്രോഗ്ലിസറിൻ കേസ് ഉണ്ട്. 1872 ഉണ്ടായ നൈട്രോഗ്ലിസറിൻ കേസ് എന്ന് പറയുന്നത് ഇവർ ഡിഫൻഡൻറ്റ് എ ഫേം ഓഫ് കാരിയേഴ്സ് ആണ്. അവരൊരു വുഡൻ കേസ്, അതിൽ നൈട്രോഗ്ലിസറിൻ ആയിരുന്നു, പക്ഷെ അവർക്ക് അറിയുണ്ടായിരുന്നില്ല ആ ബോക്സിൽ നൈട്രോഗ്ലിസറിൻ ആണെന്ന്. അങ്ങനെ അവരത് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് ആ പെട്ടിയിൽ നിന്ന് കുറച്ച് ലീക്കേജ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ബോക്സ് അൺബോക്സ് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നൈട്രോഗ്ലിസറിൻ ആയിരുന്നു. ആ നൈട്രോഗ്ലിസറിൻ എല്ലായിടത്തേക്കും വ്യാപിച്ചിട്ട് ആ ബിൽഡിങ് നശിക്കുകയാണ്. അപ്പം ഇങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ ഓണറായിട്ടുള്ള ആൾ പറയുകയാണ് ഇയാൾക്ക് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷെ ഇവിടെ ഡിഫൻഡൻറ്റിന് അറിയുണ്ടായിരുന്നില്ല അതിൽ നൈട്രോഗ്ലിസറിൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ ലയബിൾ അല്ല എന്നാണ് ഈ കേസിൽ പറയുന്നത്.